PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് നിയമവകുപ്പിന്റെ ഉപദേശം മറികടന്നെന്ന് തെളിയിക്കുന്ന രേഖകൾ 24-ന്. വിഷയത്തിൽ ധാരണാപത്രം ഒപ്പിടുന്നതിന് മുൻപ് നയപരമായ തീരുമാനം വേണമെന്ന് നിയമവകുപ്പ് നിർദ്ദേശിച്ചിരുന്നു. PM ശ്രീ നടപ്പാക്കിയാൽ ദേശീയ വിദ്യാഭ്യാസ നയം അതേ രീതിയിൽ നടപ്പാക്കേണ്ടി വരുമെന്നതായിരുന്നു നിയമോപദേശം. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായിട്ട്. ഉമേഷ്, സർക്കാർ തിടുക്കപ്പെട്ട് CPI മന്ത്രിമാരെ അറിയിക്കാതെ നിയമവകുപ്പ് ഉന്നയിച്ച തടസ്സവാദം അതല്ലെങ്കിൽ അതിലെ നടപടിക്രമങ്ങൾ ലംഘിച്ച് വളരെ തിടുക്കപ്പെട്ട് ഈ PM ശ്രീയുടെ ധാരണാപത്രം ഒപ്പുവെച്ചു എന്നാണല്ലോ ഈ രേഖകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിലെ ധാരണാപത്രം ഒപ്പിടുന്നതിന് മുൻപ് നയപരമായ ഒരു തീരുമാനം വേണം എന്നതായിരുന്നല്ലോ നിയമവകുപ്പിന്റെ നിർദ്ദേശം. അത് മറികടന്നു, സ്വന്തം നിലയ്ക്കൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി എന്നല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ വർഷം, അതായത് 2024 സെപ്റ്റംബർ മാസത്തിലാണ് ഇത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധാരണാപത്രം ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട വിഷയം മന്ത്രിസഭാ യോഗത്തിന് വരുന്നത്. ഈ മന്ത്രിസഭാ യോഗത്തിന് വരുന്നതിന് മുൻപ് തന്നെ നിയമവകുപ്പിന്റെ ഉപദേശം ഇത് സംബന്ധിച്ച് ചോദിച്ചിരുന്നു. അതിലാണ് നിയമവകുപ്പ് ഇത്തരമൊരു ഉപദേശം നൽകിയിരിക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കേണ്ടി വരും. അങ്ങനെയാണ് ഇതിന്റെ MOUയിലെ വ്യവസ്ഥകൾ. അതുകൊണ്ട് തന്നെ ധാരണാപത്രം ഒപ്പിടുന്നതിന് മുൻപ് ഒരു നയപരമായ തീരുമാനം വേണം എന്നുള്ള ഉപദേശമാണ് നിയമവകുപ്പ് നൽകിയത്. അതുമായി ബന്ധപ്പെട്ട രേഖകളാണ് പുറത്തു വന്നത്. ഈ രേഖകളിൽ കൃത്യമായി പറയുന്നുണ്ട് നയപരമായ തീരുമാനം വേണം. അതായത് നയപരമായ തീരുമാനം എടുക്കണമെങ്കിൽ ആദ്യം LDFൽ ഒരു ചർച്ച ചെയ്ത തീരുമാനമാകണം. അതിനുശേഷം മന്ത്രിസഭയിൽ ഇത് സംബന്ധിച്ച് വെച്ച് ഇതിൽ ഒരു തീരുമാനം ഉണ്ടാകണം. അതിനുശേഷം മാത്രമേ MOU ഒപ്പിടാവൂ എന്ന് നിയമവകുപ്പ് തന്നെ പറയാതെ പറയുകയാണ്. എന്നാൽ അതേ സാഹചര്യത്തിൽ ഇത് മന്ത്രിസഭാ യോഗത്തിന് വന്നപ്പോൾ അതേ സാഹചര്യത്തിൽ ഈ ഉപദേശം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരുന്നു അന്ന് മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാരുടെ എതിർപ്പും പരിഗണിച്ച് MOU ഒപ്പിടേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലെത്തിയത്. എന്നാൽ ഈ നിയമവകുപ്പിന്റെ ഉപദേശം നിലനിൽക്കുമ്പോൾ തന്നെയാണ് മന്ത്രി സ്വന്തം നിലയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ MOU സൈൻ ചെയ്തിരിക്കുന്നത്. അതായത് നിയമവകുപ്പിന്റെയും അതിനുശേഷം ഈ മന്ത്രിസഭയുടെ തീരുമാനമനുസരിച്ച് ഒരു നിയമോപദേശം തേടിയിരുന്നു. നിയമോപദേശത്തിൽ ആവശ്യമെങ്കിൽ കോടതിയെ സമീപിക്കാം എന്നുള്ള നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത്. അത്തരത്തിൽ കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടില്ല. നയപരമായ ഒരു തീരുമാനം ഇതിൽ എടുക്കാതെയുമാണ് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോയത്. എന്തായാലും അല്പം മുൻപ് വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ കണ്ട് പ്രതികരിച്ചത് PM ശ്രീ പദ്ധതി എന്തായാലും കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നില്ല. അതായത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ കേരളത്തിൽ നടപ്പിലാക്കില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഇനി അടുത്ത നടപടി MOU ഒപ്പിട്ട് കഴിഞ്ഞാൽ അടുത്ത നടപടി എന്ന് പറയുന്നത് സ്കൂളുകളുടെ പട്ടിക ഈ PM ശ്രീയുടെ വെബ്സൈറ്റിൽ അവരുടെ പോർട്ടലുണ്ട്, ആ പോർട്ടൽ അപ്ലോഡ് ചെയ്യണം. പോർട്ടൽ അപ്ലോഡ് ചെയ്ത ശേഷം അതിൽ നിന്ന് സ്കൂളുകളെ കേന്ദ്രം തിരഞ്ഞെടുക്കും. അതിന് കേന്ദ്രം തുടർന്ന് ആ സ്കൂളുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കും. ഇതാണ് ഒരു നടപടിക്രമം. എന്നാൽ ഇനി MOU ഒപ്പിട്ടതല്ലാതെ തുടർ നടപടി എന്ന നിലയിൽ ഈ സ്കൂളുകളുടെ പട്ടിക ഈ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പിച്ച് പറയുന്നുണ്ട്. എന്തായാലും 24-ന്റെ കഴിഞ്ഞ ദിവസം നൽകിയ വാർത്ത സ്ഥിരീകരിക്കുക കൂടിയാണ് മന്ത്രി ചെയ്തിരിക്കുന്നത്. GK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.